ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ സമയക്രമ മാറ്റങ്ങൾ അടുത്തിടെ വലിയ ചർച്ചയായിരിക്കെ ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്കുള്ള വന്ദേ ഭാരത് സർവീസിലും പുതുക്കലുകൾ വന്നത് ശ്രദ്ധേയമായി. പ്രത്യേകിച്ച് ഒരു അധിക സ്റ്റോപ്പ് അനുവദിച്ചതാണ് പ്രധാന മാറ്റം. ടൂറിസത്തിന് പേരുകേട്ട ജോധ്പൂർ നഗരത്തിലേക്ക് കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ സൗകര്യമാകുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹി ജോധ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് 2025 സെപ്റ്റംബർ 25-നാണ്. 2648 2848 നമ്പറുകളിലാണ് ട്രെയിൻ ഓടുന്നത്. ഏകദേശം 606 കിലോമീറ്റർ ദൂരം 8 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കുന്ന ഈ ഹൈസ്പീഡ് സർവീസ് ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഓടുന്നു. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനു മുൻപ് 8 സ്റ്റേഷനുകളിൽ നിർത്തിയിരുന്ന ട്രെയിൻ ഇപ്പോൾ 9 സ്റ്റോപ്പുകളിലേക്ക് വിപുലീകരിച്ചു. പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിനഗർ ജയ്പൂർ സ്റ്റേഷനാണ്. ഇതോടെ ട്രെയിൻ നിർത്തുന്ന പ്രധാന സ്റ്റേഷനുകൾ മെർത്ത റോഡ്, ദെഗന, മക്രാന, ഫിലേറ, ഗാന്ധിനഗർ ജയ്പൂർ, അൽവാർ, റിവാരി, ഗുരുഗ്രാം. ഈ മാറ്റം ജയ്പൂർ നഗരപരിസര യാത്രക്കാരെ ഏറെ സഹായിക്കും. സമയം: ജോധ്പൂരിൽ നിന്ന് പുറപ്പെടുന്നത് രാവിലെ 5:30, ഡൽഹിയിലെത്തുന്നത് ഉച്ചയ്ക്ക് 1:30, ഡൽഹിയിൽ നിന്ന് മടക്കം 3:10 പുലർച്ചെ, ജോധ്പൂരിൽ തിരിച്ചെത്തുന്നത് രാത്രി 11:20. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നീ 3 പ്രധാന സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാൽ ഈ ട്രെയിൻ വ്യാപാരത്തിനും ടൂറിസത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് സാങ്കേതികമായി മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകുന്ന ട്രെയിനാണെങ്കിലും നിലവിലെ ട്രാക്ക് സൗകര്യങ്ങളുടെ പരിധി കാരണം മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിലാണ് ഓട്ടം. 8 കോച്ചുകൾ, 7 ചെയർ കാർ, 1 എക്സിക്യൂട്ടീവ് കോച്ച്, മൊത്തം 608 സീറ്റുകൾ എന്നിവയാണ് സൗകര്യങ്ങൾ. ഓൺബോർഡ് കാറ്ററിംഗ്, GPS അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം, ബയോ ടോയ്ലറ്റുകൾ, മികച്ച സസ്പെൻഷൻ എന്നിവയാണ് പ്രത്യേകതകൾ. ജോധ്പൂർ റൂട്ടിന് പുറമെ രാജസ്ഥാനിൽ 4 ജോഡി വന്ദേ ഭാരത് സർവീസുകൾ പ്രവർത്തിക്കുന്നു. അജ്മീർ, ചണ്ഡീഗഡ്, ജോധ്പൂർ, സബർമതി, ഉദയ്പൂർ ജോധ്പൂർ, ഉദയ്പൂർ ആഗ്ര. ഇവയിലൂടെ പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുമായുള്ള ബന്ധവും ശക്തമാകുന്നു. ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനം ടൂറിസ്റ്റുകളാണ്. ജോധ്പൂരിലെ മഹ്റാൻഗഡ് കോട്ട, ഉമൈദ് ഭവൻ പാലസ് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ജയ്പൂർ, ഡൽഹി ഭാഗത്ത് ബിസിനസ് യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്. ഭാവിയിൽ കൂടുതൽ സ്റ്റോപ്പുകളും സമയം ക്രമീകരണവും വരാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് കൂട്ടിയതുപോലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും യാത്രക്കാരുടെ അനുഭവത്തെ ഗണ്യമായി മെച്ചപ്പെടുത്തും. വേഗത, സൗകര്യം, കണക്ടിവിറ്റി എന്നിവയുടെ മികച്ച സമന്വയമാണ് ഡൽഹി ജോധ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. പുതിയ മാറ്റങ്ങൾ ഈ സർവീസിന്റെ പ്രാധാന്യം കൂടി ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗവും ആധുനികവുമായ ട്രെയിൻ സേവനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് വലിയ ജനപ്രീതി നേടുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രികരാണ് ഈ ട്രെയിൻ സേവനം ഉപയോഗിക്കുന്നത്. യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്ത് രാജ്യത്ത് വന്ദേ ഭാരത് സർവീസുകളുടെ എണ്ണം കൂടുതൽ ഉയർത്താനുള്ള പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേസ് മുന്നോട്ടു പോവുകയാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന സർവീസുകളുടെ എണ്ണം 166 ഉയർത്താനാണ് റെയിൽവേയുടെ തീരുമാനം. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് ട്രെയിനാണ്. യാത്രക്കാരുടെ സൗകര്യവും വേഗതയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ആധുനിക സവിശേഷതകളോടെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.